ഈ വചനം നമ്മുടെ ഹൃദയത്തെ കംപ്ലീറ്റായിട്ട് സ്കാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുത്. Proverbs chapter 4 verse 23 സദൃശവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു തലവേദന വന്നാൽ ഒന്ന് പിടിച്ചിരിക്കും. ഇപ്പം ഷോൾഡർ പെയിൻ ഇല്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? ഫ്രോസൺ ഷോൾഡർ ഉള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കാൻ പറ്റത്തില്ലല്ലേ? മൈഗ്രെയിൻ പെയിനുണ്ട്, ഈ പറഞ്ഞ പോലെ നടുവിന് വേദന, എന്തൊക്കെ വേദന, ഇതെല്ലാം നമ്മൾ സഹിക്കും. നമ്മളത് ടോളറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെങ്ങാനും ഒരു വേദന വരുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യുന്ന മതി. വേദന വരണ്ട, വേദന വന്നു എന്നൊന്ന് തോന്നിയാൽ എവിടെ ഇരിക്കും? കിംസിലിരിക്കും. അതെന്താ? നമ്മൾ അതുമാത്രം ജാഗ്രതയോടെ കരുതിക്കൊള്ളുന്നു അല്ലേ? ഈ ഹാർട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്കൊരു സംശയമെങ്കിലും വന്നാൽ നമ്മളത് റൂൾ ഔട്ട് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി വിൽ ഗോ ആൻഡ് സീ എ ഡോക്ടർ അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ബൈബിളിൽ എത്രയോ വർഷം മുമ്പ് എഴുതിയിരിക്കുക, നിൻ്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടെ കാത്തുകൊള്ളണം. നീ കാത്ത് അത് നീ പരിരക്ഷിക്കണം അല്ലേ? യു ഹാവ് ടു ബി വെരി കെയർഫുൾ, യു ഹാവ് ടു ബി വെരി കെയർഫുൾ, വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. സാറിന് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് ചിലർ മരിക്കുമ്പോൾ അയ്യോ എന്ത് പറ്റി, ഒന്നും ഇല്ലായിരുന്നു സിംറ്റംസ്, അപ്പം ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറയും ഗ്യാസ് എന്ന് വിചാരിച്ച്. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്കെല്ലാം വലിയ പ്രശ്നം ഗ്യാസ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കും. പിന്നെ റിഗ്രറ്റ് ചെയ്യും, അയ്യോ നേരത്തെ കാണേണ്ടിയായിരുന്നെന്ന്. ശരി, അത് നമ്മുടെ ഈ പറഞ്ഞ എന്നുള്ള ഈ കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷേ ബൈബിൾ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ഈ അവയവത്തെ പറ്റിയല്ല അല്ലേ? സാധാരണ എന്താണ് ഈ ഹാർട്ടിന്? സാധാരണ ഇപ്പം കാർഡിയോളജിന് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി കാർഡിയോളജി കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരത്തോട് ചോദിക്കുകയാണ്, ഈ കാർഡിയാക് ഡിസീസസിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് വരുമെന്ന് പറയും അല്ലേ? ഈ ബ്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അത് നല്ല പരിചയമായി. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഉടൻ ഹാർട്ടെന്ന് പറഞ്ഞാൽ ഉടൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ആൻജിയോഗ്രാം കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി, ഇതൊക്കെയാണ്. അപ്പം ഈ ബ്ലോക്കും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സങ്കീർത്തനം 119 എടുത്തേ. സാധാരണ എന്തുകൊണ്ടാണ് ബ്ലോക്ക് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ മുന്നോട്ട് വിളിച്ച് ഡോക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് ഈ ബ്ലോക്ക് നിങ്ങൾക്ക് ഈ രക്തധമനികളിൽ അല്ലേ, ആർട്ടറീസിൽ എന്തുകൊണ്ട് ഈ ബ്ലോക്ക് വരുന്നു? 119 സങ്കീർത്തനം അതിൻ്റെ 69 70 ഒന്ന് വായിക്കാമോ? Psalm 119, 69 and 70. 70 മാത്രം മതി. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. അവരുടെ ഹൃദയം എങ്ങനെ തടിച്ചിരിക്കുന്നു? കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഇംഗ്ലീഷിൽ ദ ഹാർട്ട് ഓഫ് ദ പ്രൗഡ് ഈസ് ആസ് ഫാറ്റ് ആസ് ഗ്രീസ്. കൊഴുപ്പ്. കൊളസ്ട്രോൾ ഉള്ള വല്ലവരും ഉണ്ടോ? അതിൽ തന്നെ 2 ഉണ്ട്, LDL ഉണ്ട്, HDL ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പാസ്റ്റർക്ക് എങ്ങനെ അറിയാതെ? എനിക്ക് ഇച്ചിരി ഉണ്ട്, അതുകൊണ്ട്. ഈ കൊഴുപ്പ് വന്ന് അടിയുമ്പോഴാണ് ഈ പ്രശ്നം. ആണ് ശരി, ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളൊരു അഹങ്കാരിയാണെങ്കിൽ കൊഴുപ്പ് വന്ന് അടിയാൻ ചാൻസ് ഉണ്ട്. അത് കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചാൽ കൊഴുപ്പ് പോകത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഹൃദയം സൂക്ഷിക്കണം അല്ലേ? ഈ ഹൃദയം നമ്മൾ സൂക്ഷിക്കുമ്പോൾ, നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹാർട്ട് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിൽ ഇഫ് യു ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് ഓർ മേ ബി എന്തെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റെൻഡ് ഇടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പിന്നെ പഴയതുപോലെ ആയിരിക്കത്തില്ല അല്ലേ? പിന്നീട് അതുപോലെ ആയിരിക്കത്തില്ല. പിന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ശരിയല്ലേ? ഇവിടെ ഇപ്പം ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ പലരെങ്കിലും ഇവിടെ കാണും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല പിന്നീട്. ശരിയല്ലേ? അതുവരെ നിങ്ങൾ ഓടിച്ചാടി നടന്നു. പണ്ട് ഈ പറഞ്ഞ പോലെ ബീഫ് കിട്ടിയാൽ അല്ലേ വിടത്തില്ലായിരുന്നു പണ്ട് അല്ലേ? പക്ഷേ ഇപ്പോഴോ? നമുക്കൊന്നിട്ട് വാക്യം ഒന്ന് നോക്കാം. യെശയ്യാ 38 അധ്യായം
17 വാക്യം വായിച്ചേ. ഐസയ ചാപ്റ്റർ 38 വേഴ്സ് 17. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് എൻ്റെ സമാധാനത്തിനായിട്ടാണ് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. ഒരു പക്ഷേ നിങ്ങൾക്ക് ചില കൈപ്പായ ഒരു അനുഭവങ്ങൾ ഉണ്ടായപ്പം നിങ്ങൾ ചിന്തിക്കുക, എന്തിനത് എനിക്ക് ദൈവം അനുവദിച്ചു? വൈ ഡിഡ് ഗോഡ് അലോ ഇറ്റ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്? സമാധാനത്തിനാണ്, അത് നന്മയ്ക്കാണ്. കൂട്ടിക്കോണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതൊന്നും ദോഷത്തിനായിട്ടല്ല, അത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടത്രേ. അങ്ങനെ സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട്, എൻ്റെ സകല പാപങ്ങളെയും നീ എടുത്ത് നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനാ ദൈവം എൻ്റെ സമാധാനത്തിനായിട്ട് ചിലത് കയ്പുള്ളതായിരുന്നുവെങ്കിലും ദൈവം അത് അനുവദിച്ചു. അത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞേ. ഇല്ലേ, നമ്മളെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ലെന്നേ. നമ്മളാരാ മോൻ അല്ലേ? അത് പ്രത്യേകിച്ച് കൊഴുപ്പും കൂടെ ഉണ്ടെങ്കിലോ. ഈ കൊഴുപ്പുണ്ടെങ്കിൽ അറിയാമല്ല, ഈ അഹങ്കാരികൾക്കാണ് ഈ കൊഴുപ്പ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ അഹങ്കാരിയായ ഞാൻ, എൻ്റെ ഉള്ളിൽ ഈ കൊഴുപ്പ് വന്നപ്പം ഞാൻ നശിച്ച് നാശക്കുഴി പോകേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ സമാധാനത്തിനായിട്ട് കയ്പായിട്ട് ചിലതെനിക്ക് ഭവിച്ചെങ്കിലും എൻ്റെ പ്രാണനെ അവൻ രക്ഷിച്ചു. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക. നിങ്ങൾ ആ കയ്പായി ഭവിച്ചതിനെ ഓർത്ത് അതിൻ്റെ വേദനയിലിരിക്കുക. പക്ഷേ ദൈവം രക്ഷിച്ചത് നിങ്ങളുടെ തൽക്കാലം ജീവനെ തിരിച്ചു തന്നു, ആയുസിനെ നീട്ടിത്തന്നല്ല, നിങ്ങളുടെ പ്രാണനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ, കർത്താവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരു അവസരം ഒരുക്കിയതാണ്. ഈ ചിലത് കയ്പായ ചിലത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്. അത് വിശ്വസിക്കുന്നതിനും ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഞങ്ങൾ ഓൺലൈനിൽ കേൾക്കുന്നവർ എവിടെ ഇരിക്കുന്നെങ്കിലും, കർത്താവെ എനിക്കത് നീ അത് അനുവദിച്ചതിനായിട്ട് സ്തോത്രം. അല്ലേ, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ എനിക്കത്. ചിലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ നമ്മൾ കഷ്ടതയിൽ ആകേണ്ടി വരും. അത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ചില കഷ്ടങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടതാ. ദൈവം എന്നെ ശിക്ഷിച്ചതല്ല. ദൈവം എന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ശപിച്ചതൊന്നും അല്ല പ്രിയപ്പെട്ടു. ദൈവം അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചു. യെശയ്യാ അതിൻ്റെ തന്നെ 15 വാക്യം കൂടെ വായിച്ചേ. യെശയ്യാ 38:15. ഞാൻ എന്തു പറയേണ്ടു? അവൻ എന്നോട് അരുളി ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചും ഇരിക്കുന്നു. എൻ്റെ മനോവ്യസനം ഹേതുവായി ഞാൻ എൻ്റെ കാലമൊക്കെയും സാവധാനതയോടെ നടക്കും. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ലൊരു വാക്കെടുപ്പുണ്ട്. വാട്ട് ഷാൽ ഐ സേ? ദ ലോർഡ് ഹാസ് ബോത്ത് സ്പോക്കൺ ടു മീ ആൻഡ് ഹി ഹിംസെൽഫ് ഹാസ് ഡൺ ഇറ്റ്. സോ ഐ ഷാൽ വാക്ക് carefully all my years in the bitterness of my soul. അത് ശ്രദ്ധിച്ച് കേൾക്കണേ, അത് ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയെടുക്കണം. ഐ ഷാൽ വാക്ക് കെയർഫുള്ളി. ഞാനിനി സൂക്ഷിച്ച് നടക്കും. കെയർഫുള്ളി എന്നുള്ളതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഐ ഷാൽ വാക്ക് സോഫ്റ്റ്ലി എന്നാണ്. പണ്ടും ഈ പടിയൊക്കെ ചാടിക്കയറി ഓടും അല്ലേ? ഇനിയിപ്പം ചാടിക്കയറി പടിയൊന്നും ഓടണ്ട. ഞാൻ പതുക്കെ എന്ത് ചെയ്യും? സൂക്ഷിച്ച്. ഇപ്പം ഭക്ഷണമൊക്കെ സൂക്ഷിച്ചാണ് കഴിക്കുന്നത്. ഇപ്പം പഴയ പല കാര്യങ്ങളും ഇപ്പം പഴയ പോലെ ചെയ്യുന്നില്ല, എല്ലാം സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പം സൂക്ഷിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കാര്യം പിടികിട്ടി. ഇപ്പം ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ കാര്യം ഡോക്ടർ പറഞ്ഞ് ഇനി ഒന്നുകൂടെ വന്നാൽ തട്ടിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ജീവിച്ചാൽ കൊള്ളാം അല്ലേ? അപ്പം അവിടെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് ദൈവം ചിലപ്പം ചിലതൊക്കെ അനുവദിക്കും. പ്രത്യേകിച്ച് ഡോക്ടർമാരെ തന്നെ. ഇപ്പം ഡോക്ടറെ പറഞ്ഞ് ഒരു ഹാർട്ട് പ്രോബ്ലം വന്ന് ഇതൊക്കെ ഒരു സ്റ്റെൻറ്റൊക്കെ ഇട്ടിട്ട് വിടുമ്പം പിന്നെ നിങ്ങൾ ഒരു വലിയ ക്ലാസ് കൊടുത്തിട്ടാണ് വിടുന്നത്. എന്താണ്? ആദ്യം ഡയറ്ററി റെഗുലേഷൻസ്. ആദ്യം ആ ഡയറ്റീഷ്യനെ പോയി കണ്ട് എന്ത് കഴിക്കാം എന്ത് കഴിക്കരുതെന്നൊക്കെ ഒരു ലിസ്റ്റ് തരും. രാവിലെ 1.5 കുറ്റി പുട്ടും 2 ഏത്തപ്പഴവും 3 മുട്ടയും പിന്നെ 2 മുട്ടയുടെ വെള്ളം എക്സ്ട്രാ തിന്നുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ എന്തായി? 2 ഇഡ്ഡലി, അല്പം ചമ്മന്തി, അതും എണ്ണ ഇല്ലാതെ, പിന്നെ മധുരം ഇല്ലാതെ ഒരു ചായ. ഇപ്പം നിങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് പാസ്റ്റർക്ക് പ്രവചനം വരെ ഉണ്ടാ? എൻ്റെ ഡയറ്റ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ശരിയാ.
അപ്പം ഡയറ്ററി പിന്നെന്താണ്, റെഡ് മീറ്റ് തൊടുകേ പാടില്ല. ചിക്കൻ വേണമെങ്കിൽ കഴിക്കുക, അത് തന്നെ വറുത്തത് വേണ്ട, വേണമെങ്കിൽ 2 കഷ്ണം അല്ലേ. അപ്പം നോക്കി നമ്മൾ കൃത്യമായിട്ട്, പണ്ട് എത്ര ഭാര്യ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, ഈ വാരി വലിച്ച് തീറ്റിയായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇപ്പം കാര്യം മനസ്സിലായി. അപ്പം ഡയറ്റ് റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്തത് എന്ത് ചെയ്യണം, റെഗുലർ എക്സസൈസ്. എന്താണ്, ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം, രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം. പണ്ട് ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് കടയിൽ മുറുക്കാൻ കടയിൽ പഴം വാങ്ങിക്കാൻ പോകണമെങ്കിൽ സ്കൂട്ടർ എടുത്തോണ്ടേ പോവുള്ളൂ അല്ലേ. ഇപ്പം പഴം വാങ്ങിക്കാൻ താനെ നടന്നു പോകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് എല്ലാം പതുക്കെ നടക്കുന്നുണ്ട്. ഈ അത്യാവശ്യം ഒരു എക്സസൈസ്, ദേഹമൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങി. അടുത്തത് ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ. എൻ്റെ ജീവിതചര്യയിലൊരു മാറ്റമൊക്കെ വരുത്തി. എന്താണ്, രാത്രി ഇപ്പോൾ ഒരു 9 മണി ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഫോൺ 9 മണിക്ക് ഓഫാക്കി തലണ കീഴിലൊന്നും വയ്ക്കരുത്, മാറ്റി വയ്ക്കണം. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റി, പലരും ലൈഫ് സ്റ്റൈൽ മാറ്റി. നേരത്തെ വീട്ടിൽ കയറും, നേരത്തെ ഭക്ഷണം കഴിക്കും, നേരത്തെ കിടന്ന് ഉറങ്ങും, രാവിലെ കൃത്യമായിട്ട് എണീക്കും അല്ലേ. ഈ ശീലങ്ങളെല്ലാവരും മാറ്റം വരുത്തി തുടങ്ങി. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണെന്നറിയാമോ, 1 മാസം കഴിയുമ്പം റിവ്യൂവിന് വരണം, ചെക്കപ്പിന് വരണം. അത് വേറൊന്നുമില്ല, ആശുപത്രിക്കാർക്ക് പൈസ വാങ്ങിക്കാനാണ്. കാര്യം ആദ്യം ദിവസം ഒരു 12 ഗുളിക അങ്ങ് എഴുത്തരും. പിന്നെ ആദ്യത്തെ ചെക്കപ്പിന് പോകുമ്പം അതിൽ 1 കുറയ്ക്കും, പിന്നെ 11 ഉള്ളൂ. പിന്നെ അടുത്ത ചെക്കപ്പിന് പോകുമ്പം ഒന്നുകൂടെ കുറയ്ക്കും, ഇപ്പം 10 ഉള്ളൂ. ഓരോ ഗുളിക കുറച്ച് കിട്ടുമ്പം വന്നിട്ട് ആ പറയുന്ന രീതി കാണണം, 2 ഗുളിക കുറച്ചു, ഇപ്പം എത്ര ഉണ്ട്, ഇപ്പം 10 ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഓരോ ചെക്കപ്പിനും ഒക്കെ ഇപ്പം എന്ത് കൃത്യമായിട്ടാണ് പോകുന്നറിയാം. ഇപ്പം ആ ചെക്കപ്പിന് റിവ്യൂവിന് അപ്പോയിൻമെൻ്റ് എടുത്ത ദിവസം നിങ്ങൾ ഒരു പരിപാടിക്കും വേറെ പോകത്തില്ല. പണ്ടാണെങ്കിലോ, അതെന്താ നിങ്ങൾ ഇത്ര സീരിയസ് ആയത്? ഹാർട്ട്, യു ടുക്ക് ഇറ്റ് സീരിയസ്ലി. ഹൃദയത്തെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾ ഗൗരവത്തോടെ എടുത്ത് നിങ്ങളുടെ രീതികൾ മാറ്റിത്തുടങ്ങി. നിങ്ങൾ ചിട്ടയും ക്രമവും വരുത്തി അല്ലേ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ്, സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കണ്ട് ജീവിതം കാര്യമായിട്ടെടുത്തു. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യും. പണ്ട് ഭാര്യ എത്ര വിളിച്ചാലും ആരാനിക്ക് വരത്തില്ല, ഇപ്പം വന്ന് പുറകിൽ ഇരിക്കും. അങ്ങനെ പുറകിൽ ഇരിക്കുന്ന വല്ലവരും ഉണ്ടോ? അതും ഒരു ചേഞ്ചാണ് അല്ലേ. ആദ്യമൊക്കെ സ്കൂട്ടറിൽ കൊണ്ട് താഴെ വിട്ടിട്ട് പോവും. ഇപ്പം എന്ത് ചെയ്യും, സ്കൂട്ടർ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഞാനും കൂടെ വരാം, ലിഫ്റ്റ് ഉണ്ടല്ലേ, ശരി ഞാനും കൂടെ വരാം അല്ലേ. ഇതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ പ്രാണനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ദൈവം അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, സോ ഐ വിൽ വാക്ക് സോഫ്റ്റ്ലി, ഐ വിൽ വാക്ക് കെയർഫുള്ളി. ഇനി ഞാൻ സാവധാനതയോടെ നടക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ സാവധാനതയോടെ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ അഹങ്കാരം പിടിച്ചൊക്കെ ജീവിക്കുമ്പം ഈ മലയാളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ പറയുന്നൊരു ഭാഷയുണ്ട്. എന്താണ്, ഒരു പൊടിക്ക് അടങ്ങടേ, അതായത് ഒന്ന് ഒതുങ്ങ് അല്ലേ, ഒന്ന് ഒതുങ്ങ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇതിൽ ഒന്ന് ഒതുങ്ങിയൊക്കെ ഒന്ന് ജീവിക്കണം. ശരി, ഞാനിപ്പോൾ ഒന്ന് ഒതുങ്ങിയൊക്കെയാണ് ജീവിക്കുന്നത് പറയുന്നതിനെല്ലാം കൊണ്ട് കൈപോക്കിക്കുക. ഒരു പ്രായം കഴിയുമ്പോഴും ചില അവസ്ഥകളൊക്കെ വരുമ്പം ഒന്ന് ഒതുങ്ങുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ചു. അന്ന് ഒരാവശ്യമില്ലായിരുന്നു, പക്ഷെ കയറിങ്ങ് വെച്ചു. അവസാനം ഇത് മൊത്തം ഓടി നടന്ന് എന്ത് ചെയ്തു, എല്ലാം പരിപാലിച്ചുകൊണ്ട് നടന്നു. കുറേ കഴിഞ്ഞ് മക്കളെല്ലാം നാണ്ട കൂട് പറന്നു പോയവരെല്ലാം അത് വഴി പോയി. പിന്നെ അവസാനം മുകളിലത്തെ നിലയോട്ട് കയറിയിട്ട് തന്നെ ഇപ്പം മാസങ്ങളായി. വൃത്തിയാക്കാനിപ്പം ആരുമില്ല അല്ലേ. കാടെല്ലാം പിടിച്ച് മിറ്റമെല്ലാം, ചുരുക്കി പറഞ്ഞ് ഇതിപ്പം വലിയ വേസ്റ്റായി. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഡൗൺ സൈസിങ് എന്നൊരു പരിപാടിയുണ്ട്. സംവെയർ വി നീഡ് ടു ഡൗൺ സൈസ് അല്ലേ. വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലോട്ട് മാറി, ചെറിയ വീട്ടിൽ നിന്ന് ഹൗസ് ഓഫ് പോപ്പിലോട്ട് വരിക, അവിടെ നിന്ന് അവസാനം ഇങ്ങോട്ട് വരണം. ചേടാ, കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ പോരെ. ഇപ്പോൾ ഹൗസ് ഓഫ് പോപ്പിൽ ഞങ്ങൾ അവിടെ അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം എന്താണെന്നറിയാം. അവിടെ എല്ലാം കൂടെ 650 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അത് നല്ലൊരു നിങ്ങളുടെ ഇപ്പോഴത്തെ ബെഡ്റൂമിനെക്കാളും വലിയ ബെഡ്റൂം, അതിന് ഉറപ്പാണ്. നല്ലൊരു ലിവിങ് റൂം, നല്ലൊരു വാഷ്റൂമുണ്ട്, നല്ലൊരു പാൻട്രി ഉണ്ട്, നല്ലൊരു എന്താ ഹോം നേഴ്സിൻ്റെ ഒരു ക്യൂബിക്കിളും അതിനകത്തുണ്ട്, നല്ലൊരു ബാൽക്കണിയുണ്ട്. പക്ഷേ അവിടെ വരുമ്പോഴും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഇനി ഞങ്ങൾ അവിടെ കൊണ്ടിടും. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ മരിക്കുമ്പോൾ എന്തേലും കൊണ്ടുപോകുമോ? ആലോചിച്ച് നോക്കിയേ. മലമുകളിൽ നിങ്ങളുടെ പെട്ടി വെച്ച് നിങ്ങളുടെ പെട്ടി മാത്രമേ ആ കുഴിയിലോട്ട് ഇറക്കി വയ്ക്കത്തുള്ളൂ, വേറെ ഒരു സാധനവും ആ കുഴി വയ്ക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതെവിടെയെങ്കിലും നമ്മളൊന്ന് ഒതുങ്ങിയേ പറ്റൂ പ്രിയപ്പെട്ട. ഇനി ഹൗസ് ഓഫ് പോപ്പിലൊന്നുമില്ല, 650 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലേ.
പക്ഷേ അവസാനം അതിൽ നിന്നും ഒതുങ്ങും. എത്രയെന്നറിയോ? മറ്റേ രഞ്ജിത്തിൻ്റെ മൊബൈൽ മോർച്ചറി എത്ര ഉണ്ട്? 6.5 അടി 3 അടി, ഇതിനകത്ത് ഒതുങ്ങും. അവസാനം അതിൽ നിന്ന് വാങ്ങിച്ച പെട്ടി എത്ര ഉണ്ട്? നിങ്ങൾ 6 അടി ആണെങ്കിൽ 6.25 അടി, നിങ്ങൾ 6 അടി ഉണ്ടെങ്കിൽ അല്ല 5.25 ഉണ്ടെങ്കിൽ 6 അടി. അത് ഓർത്തോണം, നിങ്ങൾ എപ്പോഴും ഇച്ചിരി കൂട്ടിയിട്ടേക്കണം പെട്ടി. ഇന്ന് വരെ നിങ്ങളൊരു 7 അടിയുള്ള പെട്ടിയും ഒരു 4 അടി വീതിയുള്ള പെട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുവരെ ഒരു സൈസുണ്ട്. ഇനി അവസാനം ഈ പെട്ടി കൊണ്ട് വയ്ക്കുന്ന സെല്ലാർ എത്ര ഉണ്ട്? അതിൻ്റെ അളവത്ര അറിയാവുന്നവരുടെ ഇരിപ്പുണ്ട്, ചോദിച്ചാൽ പറയും അല്ലേ? ആ സെല്ലാറിനകത്ത് കൊള്ളത്തക്കവണ്ണം ഒരു പെട്ടിക്കകത്ത് കയറി നമ്മൾ ഡൗൺ സൈസ്ഡ് ആയേ പറ്റൂ. എൻ്റെ ചോദ്യം, എന്തായാലും അതിനകത്താണ് പോയിരിക്കാൻ പോകുന്നത്. അതിപ്പോഴേ ഒന്ന് ഒതുങ്ങിയ എന്താ കുഴപ്പം അല്ലേ? ഇതൊക്കെ ഞാൻ പച്ചയ്ക്കങ്ങ് പറയുക. കാര്യം എത്രയോ ജീവിതങ്ങളുമായിട്ട് ദൈനംദിനം ഇടപെടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ ബോധ്യം എനിക്കും നല്ലവണ്ണം ഉണ്ട്, നിങ്ങൾക്കും ആ ബോധ്യം ഉണ്ടാകണം. ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ സാവധാനതയോട്, ഐ വിൽ വാക്ക് കെയർഫുള്ളി, ഐ വിൽ വാക്ക് സോഫ്റ്റ്ലി, ഞാൻ വളരെ ഒതുങ്ങിക്കൂടി ദൈവമുമ്പാകെ ഞാൻ ആയിരിക്കും എന്നൊരു തീരുമാനമാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം ഇവിടുത്തെ പ്രശ്നം ഇന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഫാറ്റ് എന്താണ് അതിന് നിങ്ങൾ പറഞ്ഞ വാക്കെന്തുവാ? പ്ലാക്കോ അല്ലേ? ഇതൊക്കെ അടയും ശരിക്കും പറഞ്ഞ്. അപ്പം ഇത് ശരിക്കും ചിലർ പറയാറുണ്ട്, എന്ത് ചെയ്യാൻ, അല്പം കൊഴുപ്പ് ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ്. കാര്യം എന്താ? ഞങ്ങളുടെ കുടുംബത്തിലതുണ്ട്. ഞങ്ങളുടെ വല്യപ്പച്ചനെ അറിയാമല്ലോ, കൊമ്പമ്മീശ, പുള്ളി അയ്യോ മൂക്കിൻ്റെ അറ്റത്തായിരുന്നു ശുണ്ടി അല്ലേ? ഇതൊക്കെ എൻ്റെ ബ്ലഡിലുണ്ട്, എൻ്റെ ഫാമിലിയിലുണ്ടെന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശരിക്കും ഈ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലൊരു വാക്യം 32 ആവർത്തനം 32:15 അവിടെ ഒരാളെ പറ്റിയൊരു കാര്യമുണ്ട്. യെശൂരൂൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയറ്റിക് നെയിം ഓഫ് ഇസ്രായേലിലെ മറ്റൊരു പേരാണ് യെശൂരൂൻ. യെശൂരൂനെ പറ്റി എന്താ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്? യെശൂരൂനോ പുഷ്ടി വെച്ചു ഉദച്ചു. നീ പുഷ്ടി വെച്ചു കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ച് തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. ഇതാരുടെ കാര്യമാണ് പറയുന്നത്? ഇസ്രായേലിൻ്റെ കാര്യമാണ്. ആരെ ത്യജിച്ചു? ആരെ നിരസിച്ചു? തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ. അതിന് കാരണം എന്താ? അവിടെ എഴുതിയിരിക്കുന്നത് ജഷൂറൻ ഗ്രൂ ഫാറ്റ് ആൻഡ് കിക്ഡ്. യു ഗ്രൂ ഫാറ്റ് ആൻഡ് യു ഗ്രൂ തിക്ക്. യു ആർ കവേർഡ് വിത്ത് ഫാറ്റ്. ഇംഗ്ലീഷിൽ ഒത്തിരി ഡീറ്റെയിൽ ഉണ്ട്. യു ആർ കവേർഡ് വിത്ത് ഫാറ്റ്. കൊഴുപ്പ് കൂടിപ്പോയി. ഈ കൊഴുപ്പ് കൂടുമ്പോഴാണ് നമുക്ക് ദൈവത്തെ വേണ്ടാന്നൊരു തോന്നൽ വരും. ഇന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ കൊഴുപ്പുണ്ടെങ്കിൽ ഇന്ന് ആ കൊഴുപ്പ് ഈ പറഞ്ഞ പതുക്കെ എന്ത് ചെയ്യണം? അലിയിച്ച് കളഞ്ഞേ പറ്റൂ. ഈ കൊഴുപ്പ് നമ്മൾ വിട്ടേ പറ്റൂ. ഈ അഹങ്കാരം നമ്മൾ വെടിഞ്ഞേ പറ്റൂ. ദൈവസനിൽ താണേ പറ്റൂ. കർത്താവിൻ്റെ സനിൽ മടങ്ങി വന്നേ പറ്റൂ. അതിനുവേണ്ടി ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. മാനസാന്തരം എല്ലാ ആഴ്ചയും മുന്നേ വന്നിട്ട് നമ്മൾ വചനം കേട്ടിട്ട് കാര്യമില്ല. ഈ വചനം എൻ്റെ കൊഴുപ്പ് ഉരുക്കുന്നില്ലെങ്കിൽ ഈ കൊഴുപ്പ് കയറി അടിയും ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് തട്ടിപ്പോയി എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ നല്ലൊരു അടക്കമൊക്കെ തന്നിരിക്കും. പക്ഷേ ഒടുക്കം എവിടെ ചെന്ന് എത്തും എന്നുള്ളതിന് ഗ്യാരണ്ടി നിങ്ങൾക്ക് ആർക്കുമില്ല. എത്ര പേർക്കത് മനസ്സിലായി? ഒത്തിരി പേർക്ക് അടക്കമാണ് വേണ്ടിയത്. അടക്കമല്ല വിഷയം, ഒടുക്കം. ഹൗ ഡു യു എൻഡ്? നിങ്ങളുടെ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ് അല്ലേ? 119 സങ്കീർത്തനം നമ്മൾ നേരത്തെ വായിച്ച വാക്യം തന്നെ അങ്ങ് വിട്ടേക്കാം. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നുണ്ട് കാര്യം, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം വായിച്ച വാക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യം. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 6, 5 and 6. അത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. എന്നിട്ട് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക ഉണ്ട് യഹോവ അനുതപിച്ചു. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അനുതപിച്ചു. എത്ര അധ്യായമായി ഉൽപ്പത്തി? 5 അധ്യായം കഴിഞ്ഞപ്പം ദൈവം പറയാ, ഞാൻ എന്തിനാണോ ഇവനെയൊക്കെ ഉണ്ടാക്കിയത്. 1-ാം അധ്യായത്തിൽ എന്തുമായിരുന്നു? ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കും, വിളിച്ചു വരുത്തും ഓരോന്നിനെ. അവസാനം ഓരോന്നുണ്ടാക്കിയിട്ട് എന്തോ പറയുന്നത്? നല്ലതെന്ന് കണ്ടു. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? 6-ാം അധ്യായപ്പം പറയും എന്തിനാണോ ഇവനെ ഉണ്ടാക്കിയത്.
ദാറ്റ്സ് എ സാഡസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കിയിട്ട് ഞാൻ ഇവനെ ഉണ്ടാക്കിപ്പോയല്ലോ, ഇവനെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് ദുഃഖിച്ച് അനുദപിച്ച ഒരു വാക്യം ബൈബിളിലുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ചോദ്യം, ഇതിപ്പം കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് അത് ആരെയോ പറ്റിയല്ല, അത് ആദാമിനെ പറ്റിയല്ല, എന്നെ പറ്റിയല്ലല്ലോ. ഇനി തിരിച്ചു ചോദിച്ചോട്ടെ, നമ്മളെ പറ്റി എന്തായിരിക്കും ദൈവം പറയുന്നത്? വലിയ റിഗ്രറ്റ് അല്ലേ? അവിടെയാണ് ശരിക്കും ഈ ഹൃദയത്തിന് എന്താ കുഴപ്പം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ. സദൃശവാക്യത്തിലേക്ക് വരാം. സദൃശവാക്യത്തിൽ മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. ഇന്ന് നമ്മളൊരു ഒരു ഫ്രീ കാർഡിയാക് ചെക്കപ്പാണ്. ആരും പൈസ തരണ്ട. നിങ്ങൾ കിംസി പോയാൽ അറിയാമല്ലോ ഇപ്പോൾ എത്രയാണ് ഫീസെന്ന്. ഇന്ന് ഒരു പൈസയും നിങ്ങൾ തരണ്ട, ഫ്രീ ആയിട്ട് നമുക്കൊരു ചെക്കപ്പ് നടത്താം. ഓക്കെ, ആദ്യം നമുക്കൊന്ന് പിടിച്ചിരുന്നോണം. ബൈബിൾ തുറന്നിട്ട് നോക്കിയേ. സദൃശവാക്യം 6-ാം അധ്യായം 18-ാം വാക്യം. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ഇംഗ്ലീഷിൽ എന്തായിരിക്കും? ഇംഗ്ലീഷിൽ കൂടെ ചേർന്ന് പോണേ. ദുരുപായം. ഉപായം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീം. അത് ദുരുപായം എന്ന് പറയുമ്പോൾ എന്താണ്? വിക്കറ്റ് സ്കീം. എന്തെങ്കിലും ഈ ഒപ്പിക്കുന്ന പരിപാടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ആദ്യം ഉണ്ടാവുന്നത്? ഹൃദയത്തിൽ അല്ലേ? എന്ത് വഞ്ചനയും എന്ത് ഉപായവും അതാദ്യം തുടങ്ങുന്ന എവിടെയാണ്? അതിൻ്റെ ഒറിജിൻ എവിടെയാണ്? എൻ്റെ ഹൃദയത്തിലാണ്. ഇവിടെയാണ് ഇത് ആദ്യം വരുന്നത്. ഇവിടെ പോലും അല്ല, ഇവിടെയാണ്, ഹൃദയത്തിലാണ് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും. ദോഷത്തിന് ബന്ധപ്പെട്ട് ഈ ഉപായം ഇങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്കത് പ്രവർത്തിക്കണം. ഉടനെ ഓട്ടമാണ്, ഓടുന്ന കാലും. അടുത്തത് ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഈ ഐറ്റം വല്ലതും ഉണ്ടോ ഇവിടെ? സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങളങ്ങ് ആത്മീയ സഹോദരന്മാരെ അങ്ങ് വിടും. വീട്ടിൽ സഹോദരന്മാരുമായിട്ട് 1.5 സെൻറ്റിന് വേണ്ടി ഇപ്പോഴും ഹൈക്കോടതി കയറി ഇറങ്ങുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നാളെയും കോടതിയുണ്ട്, 11 മണിക്ക് കോടതി കൂടും. നിങ്ങൾ ഇന്ന് തന്നെ വക്കീലിനെ കണ്ട് രാവിലെ അവിടെ കൊണ്ടങ്ങ് കൊടുത്താലുണ്ടല്ലോ, അതങ്ങ് പിൻവലിക്കാം. 1.5 സെൻറ്റിന് വേണ്ടി നിങ്ങൾ എന്തായാലും തണ്ട് ഈ 6 അടി സാധനത്തിനകത്തോട്ടാണ് കയറാൻ പോകുന്നത്. അവിടെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ ഈ പറഞ്ഞ പോലെ 1.5 സെൻറ്റും കൂടെ നിങ്ങൾ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു പ്രവചനവാക്യമായിട്ട് കൂട്ടിക്കോ. ഇത് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞിട്ട് ഞാൻ ആ കേസ് പിൻവലിച്ചു എന്ന് ആരെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ, വിടുന്നുണ്ടായാലും ഈ ദിവസങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന പല പ്രസംഗങ്ങളും ആഴത്തിൽ സ്പർശിക്കുന്നുണ്ടെന്നും അതിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങൾ അനേകർക്കുണ്ടെന്നും ഉള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗങ്ങളിലൂടെ എല്ലാം ദൈവം ചിലരോട് വ്യക്തമായി വചനത്തിലൂടെ സംസാരിച്ചു, പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്നുള്ള സാക്ഷ്യങ്ങൾ അനുദിനം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയുക, ആരോടെങ്കിലും സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായി അതിന് വ്യവഹാരവും മറ്റും ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചേക്കുക പ്രിയപ്പെട്ടവരെ. കാര്യം ഇതാദ്യം ഹൃദയത്തിലാണ് ഉപായം തുടങ്ങിയത്, പിന്നെ അതിനു വേണ്ടി ഓടി. പിന്നെന്താണ്? കള്ളസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേസ് കൊടുക്കുമ്പം നിങ്ങൾ വക്കീലിനെ കണ്ട് അയാൾ എഴുതുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ഒരു കോടതി കൊടുക്കുന്ന ഒരു വ്യവഹാരം എന്താണ് പറഞ്ഞത്? വക്കീലല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്താണ് സാറേ? ഇവിടെ ഒത്തിരി വക്കീലന്മാരുണ്ടല്ലോ. അഫിഡവിറ്റ് അല്ലല്ലോ, അതെ, കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, പെറ്റീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പീൽ എന്നൊക്കെ പറയും, പല സാധനങ്ങൾ. അതെല്ലാം അതിനകത്ത് നിങ്ങൾ ഓരോ പാരഗ്രാഫ് ഓരോ പോയിൻ്റായിട്ട് എടുത്താൽ സത്യം പറഞ്ഞാൽ അതിൽ പലതും കള്ളമാണ്. സത്യമാണ് പറയുന്നത്, പലതും കള്ളമാണ്. കാരണം കള്ളം എഴുതിക്കൊണ്ടേ നമുക്ക് പോകാൻ പറ്റൂ. എൻ്റെ വാദം ജയിക്കണമെങ്കിൽ ഞാൻ സത്യം മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒത്തിരി കയറ്റെഴുതി ആ കയറ്റെഴുതി വെച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. എന്താണ്? ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. നമ്മൾ ആ ഭോഷ്കിനെ അതിനെ എന്തു ചെയ്യും? അതിനെ ഒന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് സാക്ഷികളെ ഒപ്പിക്കും, ചില കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയാം, ബി കെയർഫുൾ. ഇത് സത്യം പറഞ്ഞാൽ ഹാർട്ടിൽ നിന്നാണ് ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തതെന്ന് ഓർത്തോണം. ഇവിടെ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. കോടതിയിൽ പോയി ഡീൽ ചെയ്യുന്നത് അതിൻ്റെ എഫക്റ്റാണ്, പക്ഷേ ഇവിടെയാണ് ആദ്യം ഡീൽ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ സദൃശവാക്യം 12-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിച്ചേ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. അപ്പം ദോഷം ഒരാളെക്കുറിച്ച് നിരൂപിക്കാം. അങ്ങനെ നിരൂപിക്കുമ്പോൾ ഹൃദയത്തിൽ എന്താ ഉള്ളത്? ചതിവ്, ഡിസീറ്റ് എന്നായിരിക്കും ഇംഗ്ലീഷിൽ, അല്ലേ? ഡിസീറ്റ്.
അപ്പം നമ്മൾ ഈ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും പറ്റി ചിന്തിക്കുമ്പം എന്താണ് നമ്മൾ നിരൂപിക്കുന്നത്? അത് ചതിവാണെന്ന് എഴുതിയിരിക്കുന്നതിന് സമയം കുറവുകൊണ്ട് ഓടി ഓടി പോവുക. 12-ാം അധ്യായത്തിൻ്റെ തന്നെ 23-ാം വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിക്കണേ. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു. കണ്ടോ, എനിക്ക് വിവേകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടക്കി വയ്ക്കും. പക്ഷേ അടുത്തൊരു പാർട്ടിയുണ്ട്, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷും കൂടെ ചേർത്ത്, ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷൻസ് ഇസ് വെരി ഫണ്ണി. നമ്മൾ ചിരിച്ചു പോകും വായിക്കുമ്പം. എൻ്റെ ഉള്ളിൽ ഭോഷത്വമാണിരിക്കുന്നത്, ഞാനൊരു ഭോഷനാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാൻ എന്ത് ചെയ്യും? ഈ ഭോഷത്വം, നിങ്ങൾ നിങ്ങളുടെ ഭോഷത്വം വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനോ ഭോഷനോ? നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക. നിങ്ങൾ അതിനകത്തിടുന്ന ചില കാര്യങ്ങൾ, നിങ്ങളൊരു നാടൻ ഭാഷ ഒരു പോഴനാണെന്നുള്ളതിന് വേറെ തെളിവ് വേണ്ട. ഞാൻ ഇന്ന് രാവിലെ, ഇതൊക്കെ പാസ്റ്ററാണേലും ഇതൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. ഞാനിന്ന് രാവിലെ യാദൃച്ഛമായിട്ടൊരു ഇൻസ്റ്റയിലൊരു റീലാണ്, എന്തുതന്നെ പറഞ്ഞ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഒരു എങ്ങനെ അത് പറയുന്നത്, ഒരു പെണ്ണെന്ന് പറയുന്നത് ശരിയാണോ പെണ്ണും പിള്ള എന്ന് പറയണോ, എന്താണ് കാണിച്ചിരിക്കുന്നത് എനിക്കൊരു പിടിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പബ്ലിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്, ഈ സോക്കോൾഡ് വിശ്വാസിയാണ്. ഇൻസ്റ്റയിൽ കൊച്ചു പെൺപിള്ളേരെ പോലെ ഞാൻ പറഞ്ഞ് ഞങ്ങൾ കണ്ടുപിടിക്കുക, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ പറയുന്നില്ല. എനിക്കപ്പോഴും ഇപ്പം ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവളുടെ ഉള്ളിലുള്ള പോഷത്വം അവൾ എന്ത് ചെയ്യുന്നു? അതിന് നല്ല പ്ലാറ്റ്ഫോംസും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പോഷത്വം ഒന്ന് പ്രസിദ്ധമാക്കണോ? കൈ തന്നെ ഇരിപ്പുണ്ട്, എടുത്തിട്ട് അങ്ങ് എന്ത് ചെയ്യണം? അതെടുക്കുക, അങ്ങ് പോസ്റ്റ് ചെയ്യേക്കുക. എന്താണ്? നിങ്ങളുടെ പോഷത്വം ലോകം മൊത്തം കാണും. അങ്ങനെ പോഷത്വം പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങളുടെ പേര് മാറ്റി ഇനി പോഴൻ എന്ന് വിളിക്കേണ്ടി വരും. ഈ പോഷത്വം ഇപ്പോൾ ഓർത്തോണം, നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് സൈബർ പോലീസ് മാത്രമല്ല, ഞങ്ങളും പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ പോഷത്വമൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോഷത്വം എത്രായിരം കൊല്ലം മുമ്പാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് എന്ത് സത്യമാണ്? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആളിനെ നിങ്ങൾ ഒത്തിരി പേര് അറിയും, അതാ കഷ്ടം. ഇപ്പോൾ ചിലപ്പോൾ ആ പുള്ളിക്കാരത്ത് കേട്ടിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുമായിരിക്കും. എന്നാലും സാരമില്ല, ഞാൻ കണ്ടു. ഇതല്ലേ ഐറ്റം, ആലോചിച്ച് നോക്കി അല്ലേ. അടുത്തൊരു വാക്യത്തിൽ കൂടെ പോകാം. 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എല്ലാം ഞാൻ സദൃശവാക്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വാക്യങ്ങൾ. 14:10. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. ഈ ഹൃദയം മാത്രമേ അറിയത്തുള്ളൂ. എന്താണ്? സ്വന്തം ദുഃഖം. The heart knoweth his own bitterness, and a stranger doth not intermeddle with his joy. അന്യൻ അവൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. അതിൻ്റെ അർത്ഥം സ്വന്തം ദുഃഖം അറിയുന്ന ഒരാളേ ഉള്ളൂ. ആരാണ്? സ്വന്തം ദുഃഖം അറിയുന്നൊരു ഹൃദയമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എൻ്റെ ദുഃഖം അറിയുന്നതും എൻ്റെ ഹൃദയം തന്നെയാണ്. അടുത്തത് 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിച്ചേ. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. കണ്ടോ, ഹൃദയത്തിൽ വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം സൗണ്ട്സ് വെരി സ്പിരിച്വൽ ആൻഡ് സിമ്പിൾ. ഇംഗ്ലീഷ് എന്താ? ബാക്ക് സ്ലൈഡർ. എന്താണ്? ഒരു പിന്മാറ്റം തുടങ്ങുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ പിന്മാറ്റം തുടങ്ങിയാൽ പതുക്കെ എന്ത് ചെയ്യും? നിങ്ങളത് പ്രയോഗത്തിൽ കൊണ്ടുവരും. നിങ്ങൾ പതുക്കെ ആദ്യം ആരാധനയ്ക്ക് വരുന്ന നിർത്തും, പിന്നെ എന്ത് ചെയ്യും? ചിലരൊക്കെ നിന്ന് നിപ്പി ചർച്ച് ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാവും, എക്സിറ്റ് ആവും. പണ്ട് ഇതൊരു കലാപരിപാടിയാണ്. എന്താണ്? നിന്ന് നിപ്പി ആദ്യത്തെ എൻ്റെ പിന്മാറ്റം എന്താണ്? ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ ഇരിക്കുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പം സോ ആൻഡ് സോ എക്സിറ്റ് പോയി. പിന്നെ നമ്മൾ പറയണം, അയ്യോ എന്തു പറ്റി? അറിയാതെ വല്ലതും കൈതട്ടിയതാണോ? ഫോൺ മാറിയതാണോ? അല്ല, ഞാൻ എന്തു പറ്റി? അല്ല, എന്ത് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കണ്ടു. പിന്നെ നമ്മൾ കാല് പിടിച്ച് ഓരോരുത്തരെ ഗ്രൂപ്പിക്കാം. ഇതൊക്കെ പണ്ടുള്ള സ്ഥിരം കലാപരിപാടിയാണ്. ഇപ്പോൾ ഒന്നും അതിന് ശ്രദ്ധിക്കാറ് പോലുമില്ല. ആദ്യം എവിടാ തുടങ്ങിയത്? ഹൃദയത്തിൽ. അത് പിന്നെ എന്ത് ചെയ്യും? ഓരോന്നോരോന്നായിട്ട് തുടങ്ങും. പിന്നെ ആരാധനയ്ക്ക് വരാതാവും, പിന്നെ ഫോൺ വിളിയില്ല, പിന്നെ ദൈവമക്കളായിട്ട് ബന്ധമില്ല. ഇപ്പം എന്താ ക്ലസ്റ്റർ? ഏത് ക്ലസ്റ്റർ? എനിക്ക് താല്പര്യമില്ല. ശരി, പിന്മാറ്റം തുടങ്ങിയത് എവിടായിരുന്നു? ഇവിടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും അവസ്ഥയെ പിന്മാറിയിരിക്കുന്നെങ്കിൽ, ഞാനെന്തിനാ നിങ്ങളെ നോക്കി പറയുന്നത്, അങ്ങോട്ട് നോക്കി പറയാം. ആരെങ്കിലും പിന്മാറിയിരിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ട് കേൾപ്പിക്കുന്നതാണ്.
ഹൃദയത്തെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഹൃദയത്തെയാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ വേറെ ആരെയും പോയി ചെക്ക് ചെയ്യരുത്. പണ്ടൊരിക്കൽ ഒരാൾ ചർച്ചയിൽ സ്ഥിരം വരാത്തപ്പോൾ ആരോ ചോദിച്ചു, എന്താ ഇപ്പം ചർച്ചയിൽ കാണാത്തേ? അപ്പോൾ അയാൾ പറഞ്ഞു, എല്ലാം കള്ളന്മാരാണ് അവിടെ, അതുകൊണ്ടാണ് വരാത്തേ. കാരണം പാസ് പറഞ്ഞ് നിങ്ങൾക്ക് കൂടെ ബ്രദറെ ഒരു സീറ്റും കൂടെ ഉണ്ട്, വാ. എന്തായാലും കള്ളന്മാരാന്നല്ലോ, ബ്രദറും കൂടെ വാ, അവിടെ സ്ഥലമുണ്ട്. നമ്മൾ ഇതൊക്കെ നമുക്കിരുന്ന് പറയാം, പക്ഷേ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഹിയർ ഓർ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഹിയർ ഓൺലി. ഹൃദയത്തിലാണ് പിന്മാറ്റം തുടങ്ങുന്നത്. അടുത്ത് 16-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വന്നേ. എത്ര വാക്യമാണ് ഹൃദയത്തെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചേ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന്റെ ഞാൻ. ഗർവമുള്ള ഏവൻ, ഗർവമൊന്നും ഈ മലയാളത്തിൽ കിടക്കും, പക്ഷേ ഇംഗ്ലീഷിൽ എവറി വൺ ദാറ്റ് ഈസ് പ്രൗഡ് ഇൻ ഹാർട്ട്. കണ്ടോ? അപ്പോൾ ഈ ഗർവ് അല്ലെങ്കിൽ ഈ നിഗളം, അഹങ്കാരം, ഇതെവിടെയാണ് ഇരിക്കുന്നത്? ഹൃദയത്തിൽ. ഈ ഹൃദയത്തിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നമ്മൾ ആ കൂടി അതിനകത്തിരിക്കുന്ന മറ്റേ കൊഴുപ്പാണ് ആ കൂടി നമ്മൾ ഇതൊന്ന് ബ്ലോക്കാണ് നീക്കുന്നത്. പക്ഷേ ബ്ലോക്കൊക്കെ നിസ്സാര കാര്യം. ഇത്രയും സാധനം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കിംസിൽ ബ്ലോക്ക് ഇതെടുത്ത് തരുമോ? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് കിടന്ന വല്ല പരിപാടിയുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തോന്ന് കാർഡിയോളജിസ്റ്റ്? ഇതൊക്കെയല്ലേ എടുത്ത് മാറ്റേണ്ടത്. ചുമ്മാ അവിടെ ഇച്ചിരി പ്ലാക്ക് ഇരുന്ന് അതങ്ങ് ഇരുന്നോട്ടെന്ന്, കുഴപ്പമില്ല. ഇല്ലേ, ഈ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടാണ് പോയിട്ട് ഇതൊരു ECG കാണിക്കത്തില്ല, ഇതൊരു എക്കോയിലും കാണത്തില്ല, ഇതൊരു ആൻജിയോഗ്രാമിലും കാണത്തില്ല. ആലോചിച്ച്, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറും കണ്ടുപിടിക്കത്തില്ല. പക്ഷേ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു കം ടു ദ ഗ്രേറ്റ് ഫിസീഷ്യൻ, അല്ലേ? അത് ആ ഫിസീഷ്യൻ നമുക്ക് പറഞ്ഞു, ആ ഫിസീഷ്യൻ കണ്ടുപിടിച്ച് ഡയഗ്നൈസ് ചെയ്ത് തന്നാൽ അത് കറക്റ്റാണ്. രണ്ടാമത് ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. അതറിയാമോ? ബാക്കി എത്ര വലിയ ഡോക്ടർ പറഞ്ഞാലും സെക്കൻഡ് ഒപ്പീനിയന് പോകും ഇപ്പം. പക്ഷേ ബൈബിള് നമ്മളെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാര്യം കാണിച്ച് തന്നാൽ പിന്നെ പോയി സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണ്ട, അതിന് പോയി പരിഹാരം വരുത്തിയാൽ മതി. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, എല്ലാവരും അങ്ങ് സെക്കൻഡ് ഒപ്പീനിയനാണ്. വെല്ലുവിൽ ചെന്ന് ഏറ്റവും നല്ല ഡോക്ടറെ കണ്ട് അയാൾ പറഞ്ഞാലും ഓടി വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ അടിച്ച് നോക്കും, അല്ലേ? ഗൂഗിൾ ഡോക്ടറെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാതെ ഇപ്പോൾ ഒരു കാര്യവും ആരും ചെയ്യത്തില്ല, അല്ലേ? കർത്താവ് ദ ഗ്രേറ്റ് ഫിസീഷ്യൻ, അല്ലേ? കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കി ഒന്ന് ഡയഗ്നൈസ് ചെയ്താൽ അത് അന്തിമമാണ്, അത് ഗൗരവമുള്ള കാര്യമാണ്. അതെന്ത് ചെയ്തേക്കണം? അതിന് പരിഹാരം വരുത്തിയേക്കണം. ശരി, അടുത്തത് 18-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വന്നേ. സദൃശവാക്യം 18:12. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. അപ്പോൾ ഇതെന്തൊക്കെയാണ്? നാശം, അടുത്തത് മാനം. രണ്ട് സൈഡ്, A and B. ഒന്നൊന്നാണ് നാശം, മാനം. ഇതിലേത് വേണം തൊട്ടേ? നാശത്തിന് മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കും. എവിടെയെങ്കിലും നമുക്ക് ഹൃദയത്തിലൊരു നിഗളം വരുന്നെന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പിച്ചോ, ഒരു നാശവും അതിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്. അതല്ല, താഴ്മയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാനം വരുന്നുണ്ട്, അല്ലേ? ഇന്ന് താഴുന്നത് ഒരു മാനക്കേടായിട്ടാണ് പലരും വിചാരിക്കുന്നത്. അല്ല, താഴുക എന്ന് പറഞ്ഞാൽ ചിലപ്പം വിട്ടുകളയുക, അതാ താഴ്മയുടെ ലക്ഷണം. ചിലപ്പം ക്ഷമിച്ച് കളയുക, അതാ താഴ്മയുടെ ഇഷ്ടം. ചിലപ്പം നഷ്ടം സഹിക്കുക, അത് താഴ്മയുടെ ലക്ഷണമാണ്. മനസ്സിലായോ? നേരത്തെ നമ്മൾ കേസ് പിൻവലിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? കേസ് പിൻവലിച്ചാൽ പിന്നെ അവർ ജയിച്ചില്ലേ? അതെ. അപ്പോൾ നമുക്ക് നഷ്ടമല്ലേ? അതെ. അതെങ്ങനെ? അങ്ങനെയാണ് താഴേണ്ടത്. അങ്ങനെ താണാൽ എന്തുണ്ടാവും? മാനം ഉണ്ടാവും. പകരം ഈ പറഞ്ഞ പോലെ നിഗളിച്ച് നടന്നാൽ, നിഗളത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു താഴാൻ കൂട്ടാക്കാത്തത്. പക്ഷെ നിഗളിച്ച് നടന്നാൽ അടുത്ത് എന്താണ് ഉറപ്പ്? നാശം. അപ്പോൾ ഇന്ന് ഇവിടെ പടി ഇറങ്ങി പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചോണം, എന്താണ്? നാശം വേണോ മാനം വേണോ? രണ്ടിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അല്ലേ? നിഗളിച്ചാൽ നാശം, താണാൽ മാനം. ഇതൊക്കെ എന്ത് ക്ലിയറായിട്ടാണ് ബൈബിൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ. ഇനി 19-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിൻ്റെ 3-ാം വാക്യം. മനുഷ്യന്റെ ഭോഷത്വം അവന്റെ വഴിയെ മറിച്ച് കളയുന്നു, അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. അവൻ്റെ ഹൃദയം യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. The foolishness of man subverteth his way. മനുഷ്യൻ്റെ ഭോഷത്വം അവൻ്റെ വഴിയെ മറിച്ച് കളയുന്നു. ഈ ഉള്ളിൽ ഈ ഭോഷത്വം ഇരുന്നാൽ എൻ്റെ വഴി പോലും നേരെയല്ല, ഞാൻ അത് മറിഞ്ഞു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ
അങ്ങനെ മറിഞ്ഞു പോകുമ്പോൾ പിന്നുള്ള പ്രശ്നം, ഞാൻ ദൈവത്തെ എന്ത് ചെയ്യും? ദൈവത്തോടും എനിക്കങ്ങ് മുഷിവ് തോന്നും. ഫ്രട്ടത്ത് എന്നുള്ള വാക്കാണ് മുഷിവ്. ഇതെനിക്ക് ഒത്തിരി പേരെ അറിയാം. ഒരു കാലത്ത് വിശ്വാസത്തിലൊക്കെ വലിയ ഉത്സാഹത്തിൽ നടന്നിട്ട് പിന്നെ എവിടെ വെച്ചോ ജീവിതത്തിലെ ചില അനുഭവങ്ങളോ എന്തൊക്കെയോ കൊണ്ട് പിന്നെ ഈ ദൈവത്തിൽ നിന്ന് മാറി നടക്കുന്ന ചിലരെ എനിക്കറിയാം. ദേ കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ഗോഡ്. പിന്നെ ദൈവിക കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യം ഇല്ല. ഇപ്പം വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചാൽ ചിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. ആ വിഷയം സംസാരിക്കുന്നതും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ചിലരെ എനിക്കറിയാം. ഒരു കാലത്ത് മുന്നിൽ വന്നിരിക്കുമായിരുന്നു, എന്ത് ആത്മീയ കാര്യത്തിനും മുന്നിൽ നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള ചിലരെ ഇന്ന് ഈ വിശ്വാസത്തിൻ്റെ പാതയിലേ ഇല്ലാത്ത ചിലരെ എനിക്കറിയാം. അവരോട് അടുത്തൊന്ന് കൂടുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ ഹൃദയം ദൈവത്തോട് മുഷിഞ്ഞു, എവിടെയോ പിന്മാറി അവർ പോയി. അപ്പം നമ്മളതിന് പല കാരണങ്ങളാണ് പറയുന്നത്. നമ്മളോട് പെട്ടെന്ന് വി ബിക്കം വെരി കർത്താവിനെക്കാട്ടിലും മനസ്സലിവാണ് നമുക്ക്. അല്ല, അതിൻ്റെ ബേസിക് വിഷയം എവിടെയോ ഉള്ളിൽ ഒരു താഴ്മ അവിടെ കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല, മാനസാന്തരപ്പെട്ട് നമ്മൾ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവർ. 23-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കാം. 23-ാം അധ്യായം 17-ാം വാക്യം. നിൻ്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, അല്ലേ? ലെറ്റ് നോട്ട് ദൈ ഹാർട്ട് എൻവി സിന്നേഴ്സ്. ഇനി ഇത്രയൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചെങ്കിൽ ഒന്ന് പുതിയ നിയമത്തിലേക്ക് വരാം. യേശു എന്താ പറഞ്ഞതെന്ന് നോക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം ഒന്ന് വായിച്ചേ. മാത്യു 15:18 and 19. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. കണ്ടോ, വായിൽ നിന്ന് പുറപ്പെടുന്നത് എവിടെ നിന്ന് വരുന്നു? ഹൃദയത്തിൽ നിന്ന്. ഡോക്ടർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വോക്കൽ കോഡ് കൂടെ നമ്മൾ പറയുന്ന കാര്യം എൻ്റെ ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നലാണ് വായിക്കൂടെ പറയുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ബൈബിൾ സിമ്പിളായിട്ട് പറയുന്നത് ഹൃദയത്തിലുള്ളത് വായിക്കൂടെ വരും. അപ്പോൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? എൻ്റെ വായാണോ എൻ്റെ ഹൃദയമാണോ? എവിടെ പ്രശ്നം? എൻ്റെ വായ്, അയ്യോ വാ ഒരു പാവം, ഇതിലുള്ളത് എന്ത് ചെയ്യും? അതങ്ങ് പറയുമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്. ഇവിടെയാണ് നിങ്ങളെ ഹൃദയത്തെ ഇത്രയും കാര്യം കേട്ടപ്പം, ആർ യു അഫ്രെയ്ഡ് ഓഫ് യുവർ ഹാർട്ട്? മാർട്ടിൻ ലൂതർ അറിയാലോ, വലിയ നവോത്ഥാനകർത്താവാണല്ലോ. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഐ ആം മോർ അഫ്രെയ്ഡ് ഓഫ് മൈ ഹാർട്ട് ദാൻ ഓഫ് ദ പോപ്പ് ആൻഡ് ഓൾ ഹിസ് കാർഡിനൽസ്. അന്ന് അദ്ദേഹം മാർപ്പാപ്പയ്ക്കെതിരെയല്ലേ നിന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറയുക, എനിക്ക് പേടി എൻ്റെ ഹൃദയത്തെയാണ്. എനിക്ക് മാർപ്പാപ്പയും എല്ലാ കർദിനാളന്മാരെയും ആരെയും എനിക്ക് പേടിയില്ല. കാരണം എല്ലാവരും വിചാരിച്ചത് പുള്ളിക്ക് മാർപ്പാപ്പ അല്ലേ പുള്ളിയുടെ ശത്രു. പക്ഷെ ഉള്ളവർ എനിക്ക് മാർപ്പാപ്പ എന്ത് ശത്രുവല്ല, എനിക്ക് ആളെ പേടിയില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തെ എനിക്ക് പേടിയാണ്. കാരണം ഇവനെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഇനി പറഞ്ഞേ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവനെ വിശ്വസിക്കാം? കാരണം ഇവൻ കുഴപ്പക്കാരനാണ്. ഇവൻ്റെ സകല ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആ മാർട്ടിൻ ലൂതർ പറഞ്ഞു, ഐ എം അഫ്രെയ്ഡ് ഓഫ് മൈ ഓൺ ഹാർട്ട്. ഇന്ന് നമുക്കങ്ങനെ ഒരു പേടി എങ്ങാനും ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ഒരു കുഴപ്പമില്ല, എൻ്റെ ഹാർട്ട് ഒരു പ്രശ്നമില്ല, അല്ലേ? ഈ ഹൃദയത്തെ കർത്താവ് കാണുന്നത്, സദൃശവാക്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 15-ാം അധ്യായം 11-ാം വാക്യം. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. അപ്പോൾ സ്വർഗത്തിലൊരു CCTV അവിടെ മറ്റേ വെച്ചിട്ട് എൻ്റെ ഡിസ്പ്ലേ ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. അവൻ നരകവും പാതാളവും ലൈവ് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പക്ഷേ നരകവും പാതാളവും അല്ല ദൈവം കാണുന്നത്, നമ്മുടെ ഹൃദയങ്ങളും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക, കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് അത് മനസ്സിലായി? അല്ലേ? ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ മുഴുവനും, അല്ലേ, നിങ്ങളെ മുഴുവനുമായി അറിയുന്ന കർത്താവ് നിങ്ങളെ മുഴുവൻ ഇഞ്ചിഞ്ചായി ഓരോ മിനിറ്റ് നിങ്ങളെ എന്ത് ചെയ്യുന്നു? സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവാണ്. അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു പവർഫുൾ സ്കാനറിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് കേൾക്കണം. അവൻ നിരന്തരം നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം ഇവിടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ എന്നൊരു വാക്കും കൂടെയുണ്ട്. നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 3-ാം വാക്യം, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. അപ്പം ഇവിടെയാണ് യെശയ്യാ 57:15. നമ്മൾ ഇത്രയും നേരം പറഞ്ഞൊക്കെ നെഗറ്റീവാണെന്ന് പറയാം. ഇനി അതിൻ്റെക്കുറിച്ച് പോസിറ്റീവ് സൈഡിലോട്ട് നമുക്ക് വരാം.
യെശയ്യാ 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ ഹൃദയം മനസ്താപമുള്ളവരുടെ ഹൃദയം ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ഈസ് there to revive the heart of the contrite. അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിനും എൻ്റെ ഹൃദയത്തിനും ഒരു വിനയവും ഒരു മനസ്താപവും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ഉയരത്തിൽ വസിക്കുന്ന കർത്താവാണെങ്കിലും അവൻ ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കും. ഇന്ന് അതുകൊണ്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്ന് വിനയപ്പെട്ടേ പറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞ തിരുവനന്തപുരം ഭാഷ ഒന്നുകൂടെ പറയാം, ഒരു പൊടിക്കൊന്ന് അടങ്ങണം, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങണം. ഒന്ന് നമ്മൾ ഒതുങ്ങിയേ പറ്റൂ. ഒന്ന് ഒതുങ്ങുമെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും പ്രിയപ്പെട്ടവരെ. ഒരുപാട് ബന്ധങ്ങൾ വിളക്കി ചേർക്കപ്പെടും, ഒരുപാട് രോഗങ്ങൾ തന്നെ നമുക്ക് മാറിക്കിട്ടും, അല്ലേ? ഒരുപാട് ധനനഷ്ടം തന്നെ നമുക്ക് ഒഴിവായി കിട്ടും. ഇതിനൊക്കെ കാരണം ഹൃദയത്തിൽ ഈ പറഞ്ഞ എവിടെയോ ഒരു അഹങ്കാരം, എവിടെയോ ഒരു നിഗളം, എവിടെയോ ഒരു എവിടെയോ എനിക്കൊരു പിന്മാറ്റം വന്നു ഹൃദയത്തിൽ. അതോടുകൂടി ഞാൻ എന്തു ചെയ്യും? ഞാൻ മാറി നടക്കാൻ തുടങ്ങും. ഇന്ന് ആ ബന്ധങ്ങളൊക്കെ ഒന്ന് മടങ്ങി വരട്ടെ. പക്ഷേ ആരോടൊപ്പമുള്ള ബന്ധം മടങ്ങി വരുന്നതിന് മുമ്പ് ദൈവത്തോടുള്ള ബന്ധം അതൊന്ന് നേരെയാവട്ടെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ആരെങ്കിലും. ഈ ഹൃദയത്തിൽ മടുപ്പ് വന്നിട്ടായിരിക്കാം പ്രാർത്ഥിക്കാതിരിക്കുന്നത്, മടുപ്പ് വന്നിട്ടായിരിക്കാം കൂട്ടായ്മ വിട്ട് കിടക്കുന്നത്. ഇന്ന് മടങ്ങി വരിക പ്രിയപ്പെട്ടവരെ, ഇന്ന് മടങ്ങി വരിക. കാര്യം ഈ കേൾക്കുന്ന വചനത്തെപ്പറ്റി എബ്രായലേഖനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, Hebrews 4:13. എബ്രായലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം 12 തൊട്ട് വായിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും. ആ വാക്യമൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം പ്രിയപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ ഈ കയ്യിലെടുക്കുന്ന ഈ വേദപുസ്തകം ഇതെന്താണ്? ജീവൻ, അടുത്തത് ചൈതന്യം, അടുത്തത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനെക്കാളിലും മൂർച്ചയുള്ളത്. അത് വാളെന്നോ മൂർച്ചയെന്നല്ല, മൂർച്ച. ഇറ്റ് ഈസ് ഷാർപ്പർ. ഇതൊരു ഷാർപ്പർ ഇൻസ്ട്രുമെൻറ്റാണ്, അല്ലേ? അതിൻ്റെ ഷാർപ്പ്നെസ് പറയാൻ അവിടെ പറയും, അല്ലാതെ ആ കത്തി എന്നുള്ള അർത്ഥത്തിൽ വാളെന്നുള്ള കാര്യവും അല്ല. ഷാർപ്പർ. അടുത്തത് എന്തിന് ഷാർപ്പർ? ഫോർ വാട്ട്? പ്രാണനെയും തുളച്ചു ചെല്ലത്തക്കവണ്ണം ഷാർപ്പാണ്. ഹൃദയത്തിലെ സർജൻസ് ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ, ഒരു ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന കത്തി, അല്ലേ? അതാണ് ആ ബ്ലേഡാണ് ഏറ്റവും ഷാർപ്പ് എന്നാണ് പറയുന്നത്. ഭയങ്കര ഷാർപ്പാണ്. അതിനെക്കാട്ടിലും ഇപ്പം ഇനി ലേസർ ഇതൊക്കെയുണ്ട് ഉപകരണങ്ങൾ, ഭയങ്കര ഷാർപ്പാണ്. ഈ പ്രസിഷൻ വളരെ കറക്റ്റാണ്. ഈ ലോകത്തുള്ള എന്ത് അങ്ങനെയുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിനെക്കാട്ടിലും ഷാർപ്പറാണ് എന്താണ്? ദൈവവചനം. അതെവിടം വരെ ചെല്ലും? എന്തിനൊക്കെ? പ്രാണൻ, ആത്മാവ്, സന്ധിമജ്ജ. ഇതിനെ മൂന്നിനെ എന്ത് ചെയ്യും? എന്തിനൊക്കെയാ? ഡിവൈഡിങ് ദ സോൾ ആൻഡ് സ്പിരിറ്റ്, അല്ലേ? അടുത്തത് joints and marrow and quick to discern the thoughts and intents of the heart. അതിന്റെ ബാക്കി മലയാളത്തിൽ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും. ഹൃദയത്തിലുള്ള ചിന്തനകളെയും അടുത്തത് ഭാവങ്ങളെയും വിവേചിക്കും, അല്ലേ? ഡിസേൺ ചെയ്യും. നമുക്ക് അന്യോന്യം ഡിസേൺ ചെയ്യാൻ പറ്റുന്നില്ല. ആത്മീയരെന്ന് പറയുന്നത് നമുക്കേ ഡിസേൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിലൊരു ഭാവമുണ്ടെങ്കിൽ അതിനെ അപ്പോഴേ ഡിസേൺ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഭാവം മാത്രമല്ലല്ലോ, ഭാവവും ഞാൻ എന്താണ് ചിന്തിക്കുന്നത് അവിടെ ഡിസേൺ ചെയ്ത് കഴിഞ്ഞു. ഇനി 13-ാം വാക്യം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇതാണ് അപ്പം ദൈവവചനത്തിൻ്റെ ആ ശക്തി, ആ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം. ഈ വചനം നമ്മുടെ ഹൃദയത്തെ കംപ്ലീറ്റായിട്ട് സ്കാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുത്. എത്ര പേർക്കത് മനസ്സിലായി? മറ്റാരും എന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ ദൈവവചനം എന്നെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലേ? ഒരു കണ്ണാടിയാണ്. ശരിക്കും പറഞ്ഞാൽ യാക്കോബ് പറയുന്നൊരു വാക്യമുണ്ട്, 1-ാം അധ്യായം 23-ാം വാക്യം. യാക്കോബ് 1:23 എന്താ പറയുന്നത്? ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ കണ്ണാടിയിൽ പോയി എല്ലാം തൻ്റെ മോഹം കണ്ടു, തിരിഞ്ഞപ്പം മറന്നോ എന്തുമായി കണ്ടേന്ന്. അങ്ങനെ മറക്കൂ? ഇല്ല.
പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മളിപ്പോൾ ഇതെല്ലാം കേട്ടു, മനസ്സിലാക്കി, അങ്ങോട്ടിറങ്ങുമ്പം ഇതെല്ലാം മറന്നു. അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് നമ്മൾ അന്യോന്യം മോഹമാണ് നോക്കുന്നത്. ഒരിക്കൽ യഹോവയായ ദൈവം തൻ്റെ പ്രവാചകനെ ഒന്ന് തിരുത്തേണ്ടി വന്നു. ആരെയാ? ശമൂവേലിനോട് എന്താ പറഞ്ഞ്? ദാവീദിൻ്റെ വീട്ടിൽ വന്നപ്പം, എടേ നീ അവൻ്റെ തടിയും പൊക്കവും മണ്ണവും ഒക്കെയാണ് നോക്കുന്നത്, ഞാൻ മനുഷ്യൻ കാണുന്ന പോലെ അല്ല നോക്കുന്നത്, ഞാൻ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. 1 ശമൂവേൽ 16:7 ആ വാക്യം. പോട്ടെ, വാക്യം എടുക്കണ്ട. അപ്പം ഇവിടെയാണ് നമ്മൾ നല്ലവണ്ണം ഓർക്കണം. 1 യോഹന്നാൻ 3-ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ, 1 John chapter 3 19-21, അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ, ഇനി പറഞ്ഞേ, ഇത്രയും കേട്ടതിന്ന് നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഇതൊക്കെ വേറെ ആരെങ്കിലും വേണേൽ പറഞ്ഞോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, നൺ ഓഫ് ദീസ് തിങ്സ്, ഈ പറഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ. ഇതിലേതെങ്കിലും ചിലപ്പോഴെങ്കിലും എല്ലാം തന്നെയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? ദൈവത്തോടുള്ള പ്രാഗൽഭ്യമാണ് നമുക്ക് വലുത്. ഹൃദയം കുറ്റം വിധിക്കുന്നില്ലയോ? കുഴപ്പമില്ല. ഒരിക്കലൊരു ദേവദാസൻ ബോംബെ എന്നൊരു ഫ്ലൈറ്റിൽ കയറി ചെന്നൈ വരുമായിരുന്നു. 1 മണിക്കൂർ ഫ്ലൈറ്റിൽ തൻ്റെ അടുത്തൊരു ഒരു എന്താണ് പറയുന്നത്, അദ്ദേഹം ഒരു നിരീശ്വരവാദി എന്ന് പറയാൻ വേറെന്തൊരു പേരാണ് പറയുന്നത്, ഒരു വലിയ ആളാണ്, അല്ലെങ്കിൽ ചെന്നൈയിലൊരു അറിയപ്പെടുന്നൊരു വലിയ ആളാണ്. അപ്പം ഇദ്ദേഹം ഈ ദൈവമനുഷ്യൻ പതുക്കെ പരിചയപ്പെട്ടപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്യുന്നു? ഞാനൊരു സുവിശേഷകൻ. ഓ യു ആർ എ ഗോസ്പൽ. ഉടനെ സാറിന് അറിയാമോ ഗോസ്പൽ എന്താണെന്ന്? അപ്പോൾ ഈ മറ്റേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഒരു പാപവും ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നീതിയെക്കുറിച്ച് അയാൾ അങ്ങോട്ടൊരു പ്രസംഗം അങ്ങ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ദേവദാസന് ഒന്നും പറയാൻ വയ്യ, കാരണം ഇയാൾ പറയുന്നതൊക്കെ സത്യമാണ്, ഭയങ്കര സത്യമാണ്. അത് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, ഇന്നത് ചെയ്യുന്നില്ല എന്നൊക്കെ വലിയൊരു ലിസ്റ്റാണ് പറഞ്ഞത്. കറക്റ്റാണ്, കാരണം അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇയാൾ സത്യമായി പറയുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇറങ്ങാറായി. പക്ഷേ 1 മണിക്കൂർ കൊണ്ടും അങ്ങോട്ട് ഇയാളൊരു സ്പേസ് കൊടുക്കുന്നില്ല ഈ ഉദ്ദേശിക്കൊന്ന് ഇടിച്ച് കയറാൻ. 1 മണിക്കൂർ എന്തൊക്കെയോ പുള്ളിയുള്ള അപ്പോളജറ്റിക്സ് എല്ലാം കാച്ചു നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. കാരണം പുള്ളി ഹാർട്ട് നട്ട് അയാൾ അടുക്കുന്നില്ല. അവസാന സമയമായി, രണ്ടുപേരും കൈ കൊടുത്ത് പിരിയാൻ പോവാം. അപ്പോൾ ബെൽറ്റ് അടിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, അപ്പോൾ സാറ് ഇതുവരെ ഒരു പാവവും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാവവും ചെയ്യുന്നില്ല, സാർ അക്കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ സാറിന് ഉറപ്പാണല്ലേ? ഉറപ്പാണ്. സാറിന് ഉറപ്പെന്ന് പറഞ്ഞത് ആ കാര്യത്തിൽ സാറിന് ഭയങ്കര പ്രാഗൽഭ്യമാണല്ലോ. അതെ, എനിക്ക് പ്രാഗൽഭ്യമാണ്. സത്യം പറഞ്ഞാൽ സാർ അക്കാര്യത്തിൽ സാറിനൊരു അഹങ്കാരമില്ലേ? അതെ, എനിക്ക് നല്ല അഹങ്കാരമുണ്ട്. അഹങ്കാരം ഒരു പാവമല്ലേ സാറേ? അവസാന ഉപദേശി കൊണ്ട് ആളെ പൂട്ടി. എന്താണ്? അപ്പം അയാൾ പറഞ്ഞു, സമ്മതിച്ചു ഉപദേശി, നിങ്ങൾ ഏതിലെ പോയാലും അവസാനം കൊണ്ടെന്തെയും എന്നെ പൂട്ടി. ഇന്ന് നമ്മൾ ഇതുപോലായി തർക്കിച്ച് എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ പറ, അത് കാണിച്ച് താ, അത് പ്രൂവ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ തർക്കിക്കുന്നത്. പക്ഷേ ഓർത്തോണം, മനുഷ്യരോട് തർക്കിച്ച് ജയിക്കാം, വേണേൽ കോടതിയിൽ പോയും വേണേൽ ജയിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം സകലതയും കണ്ടുകൊണ്ടിരിക്കുക. ഈ കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടൊരു വാസ്തവമായിട്ടൊരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്, അല്ലേ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്യം, 119-ാം സങ്കീർത്തനം 12-ാം വാക്യം, 19-12, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ?
എന്നിട്ട് എന്തുവാ അവിടുത്തെ പ്രാർത്ഥന? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. അതെന്താ എൻ്റെ അർത്ഥം? സീക്രട്ട് ഫോൾസ്, മറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുപോലും എനിക്കറിയത്തില്ല. അങ്ങനെ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പോക്കി എന്നെ നീ എന്ത് ചെയ്യണം? എന്നെ മോചിക്കണമേ എന്ന് പറഞ്ഞു. അടുത്തത് അതിൻ്റെ 13-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്വമേധാ പാപം, അതായത് വിൽഫുള്ളി ഞാൻ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്, അതും എന്ത് ചെയ്യണം? അത് നീക്കി എന്നെ കാക്കണം. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. കേട്ടോ, അപ്പോൾ ഇതിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. കർത്താവെ, അറിഞ്ഞോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും, ഇപ്പോൾ ഈ നീളത്തിൻ്റെ കാര്യമൊക്കെ ഇട്ട് ചിലപ്പം ഞാൻ പുറമേ നല്ല, നമ്മളെ കണ്ട ഈ ആരാണ്ട് പറഞ്ഞ പോലെ നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്, എന്നെ കണ്ട ഞാൻ ബാക്കി പറഞ്ഞില്ല, തോന്നുമോ എന്നെ കണ്ട അങ്ങനെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവവചനത്തിൻ്റെ മുമ്പാകെ വരുമ്പം കർത്താവിന് മറഞ്ഞിരിക്കുന്നതായി ഒന്നും ഇല്ല. എൻ്റെ വാക്ക് നിർത്തുന്നതിന് മുമ്പ് യോവേൽ 2:12-13 ഇതാണ് കുറിവാക്യമായി നമ്മൾ ഹൃദയത്തെപ്പറ്റി വായിച്ചെങ്കിൽ അവസാനത്തെ വാക്യമായി ഞാൻ വായിക്കുക. ജോയൽ 2:12-13 എന്താണ്? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ യഹോവയുടെ അരുളപ്പാട്. അടുത്തത് വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി. കണ്ടോ? അപ്പം കീറേണ്ട എന്തിനെയാ? പണ്ട് പഴയ നിയമകാലത്ത് ഇത് വരുമ്പം ദുഃഖവും വിലാപവും അല്ലെങ്കിൽ മാനസാന്തരവും ഇതൊക്കെ വരുമ്പോൾ എന്താണ്? പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് പിടിച്ചിരിക്കുന്ന ഉടുപ്പ് വലിച്ചങ്ങ് കീറും. എത്ര സ്ഥിരം പരിപാടിയാണ്. അപ്പം പ്രവാചകൻ പറയുക, ഡേടേ ഇനി ദയവ് ചെയ്ത് ഉടുപ്പ് വലിച്ച് കീറാതെ, നീ കീറേണ്ടത് ഉടുപ്പല്ല, എന്താ കീറേണ്ടത്? ഹൃദയത്തെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവി. കണ്ടോ, ഇന്ന് ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയണം. ആ തിരിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് തിരിയണം? ഹൃദയത്തെ റെൻഡ് നോട്ട് യുവർ ഗാർമെൻറ്റ്സ് ബട്ട് റെൻഡ് യുവർ ഹാർട്ട്. ഹൃദയത്തെ ഒന്ന് കീറി ഒന്ന് എങ്കിലേക്ക് തിരിയണം. തിരിഞ്ഞാൽ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നേരത്തെ പറഞ്ഞു, നാശകുഴിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനാണ് കൈപ്പായത് ചിലത് ഭവിക്കുമാറാക്കിയത്. അത് ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്പിരിച്വാലിറ്റിയിലുള്ള വലിയൊരു അപകടം സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ല, അത് ഉപരിവിപ്ലവം അല്ലേ? അതായത് ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ഹിൻഡ്രൻസ്. എന്തിനാണെന്നറിയാം? ടു ഗ്രോത്ത് ഇൻ ഹോളിനെസ്. വിശുദ്ധിയിൽ എനിക്ക് വളരാൻ ഏറ്റവും വലിയ തടസ്സം ഈ സൂപ്പർഫിഷ്യാലിറ്റിയാണ്. കാരണം എല്ലാം ഉപരിവിപ്ലവം. ആത്മീയവും അങ്ങ് ഉപരിവിപ്ലവമാണ് അല്ലേ? ശുശ്രൂഷയും ഉപരിവിപ്ലവം. ചർച്ചും ഒരു അല്ല. കം ടു ദ റിയാലിറ്റി. അവിടെയാണ് സങ്കീർത്തനക്കാരൻ എന്താണ്? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. 26-ാം സങ്കീർത്തനം 2-ാം വാക്യം, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ആ ഗ്രേറ്റ് കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നഗ്നവും മലർന്നവുമായി സകലതും അവൻ്റെ മുമ്പിലിരിക്കുമ്പം ആ കർത്താവിനോട് നമുക്കൊന്ന് പറയാമോ? കർത്താവേ, ഞാനിനി ഇവിടെ തിരുവനന്തപുരത്ത് കാണാൻ കാർഡിയോളജിസ്റ്റ് ആരും ബാക്കിയില്ല. ഞാൻ പണ്ടൊരു വിജയരാഘവൻ സാറിനെ കണ്ടു, ബാഹലേൻ സാറിനെ കണ്ട്, ജോർജ് കോശി സാറിനെ കണ്ട്, പത്മജ മാഡത്തെ കണ്ട്, ഇത്രയും പേരെ എനിക്കറിയാവൂ. ഈ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന എല്ലാ ഡോക്ടർമാരെയും ഞാൻ കണ്ടു. പക്ഷേ ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കും? ഞങ്ങളെ കേൾക്കുന്ന എത്ര പേര് ഇരിക്കുന്നിടത്ത് ഇരുന്നോണ്ട്, ലോർഡ് പ്രൂവ് മീ, എക്സാമിൻ മീ, ട്രൈ മൈ ഹാർട്ട് ആൻഡ് മൈ മൈൻഡ് എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവെ, എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം കർത്താവെ
കുടിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളിന്ന് കേട്ടല്ലപ്പാ. അതിലെന്തെങ്കിലുമൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി, അതെല്ലാം ഒന്ന് പോക്കി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ രക്തത്തിൻ്റെ അടുത്തേക്ക് വരിക, ആ കാൽവറി ക്രൂശിൻ്റെ ചോട്ടിലേക്ക് വരിക, മറ്റെങ്ങുമല്ല പോണ്ടത്, ആ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ആ ഹൃദയം അവനായിട്ട് സമർപ്പിക്കുക, ആ കർത്താവിനായിട്ട് ആ ഹൃദയം സമർപ്പിക്കുക, ആ ഹൃദയത്തിൽ കർത്താവിനെ വാഴിക്കുക. പ്രിയപ്പെട്ടു, ലെറ്റ് ഹിം ബി ദ ലോർഡ് ഇൻസൈഡ് യുവർ ഹാർട്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശോധന ചെയ്ത് കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ അവിടുന്ന് കർത്താവേ, സങ്കീർത്തനക്കാരൻ്റെ അതേ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ഹൃദയം എത്ര ദുഷ്ടതയുള്ളത് നിറഞ്ഞതാണ്, ഞങ്ങളുടെ ഹൃദയം എത്ര വഞ്ചന നിറഞ്ഞതാണ്, ഞങ്ങളുടെ ഹൃദയം എത്ര കാപട്യം നിറഞ്ഞതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നപ്പാ. ഞങ്ങളുടെ ഹൃദയത്തെ എവിടുന്ന് കർത്താവെ ശോധന ചെയ്ത് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.